അത് വളരെ ന്യായമല്ലേ? സംസ്ഥാന സർക്കാർ പണം മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന സർവകലാശാലയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനും ഒരഭിപ്രായം പറയാനുള്ള അവകാശമില്ല എന്നുള്ള വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ റോൾ വരുന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയുണ്ട്. ഇവർ ചേർന്നിട്ടാണ് വൈസ് ചാൻസലറെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ കാര്യത്തിലാണ് നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ളൊരവസ്ഥയിൽ ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. നമ്മൾ കേരളീയർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും വോട്ടിങ്ങും ഫലപ്രഖ്യാപനവുമാക്കി ഒക്കെ തിരക്കിലായിരുന്നപ്പോൾ കേരളത്തിൽ വേറെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അത് കേരളത്തിലെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, APJ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റിയും പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഇതിൻ്റെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില തമാശകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മളിതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കറുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, കോടതികൾ നിയമം നടപ്പാക്കാൻ വേണ്ടി നോക്കരുത്. ജനാധിപത്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളും പരസ്പര ബഹുമാനത്തോടു കൂടി പെരുമാറേണ്ടതുണ്ട്. കോടതികളിലല്ല നിയമം നിർമ്മിക്കേണ്ടത്. ഭരണഘടനയുടെ സ്പിരിറ്റ്, അതിൻ്റെ അന്തസത്ത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു. എനിക്കിത് വളരെ വിചിത്രമായിട്ടൊരു പ്രസ്താവനയായിട്ടാണ് തോന്നിയത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു സങ്കലനമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ, ഒന്നാമത്തെ അനുച്ഛേദം. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ പ്രയാമ്പിൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭരണഘടന തുടങ്ങുന്ന ഒന്നാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതം എന്ന ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു സങ്കലനമായിരിക്കും. ഈ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാർ, ഈ സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാരത്തിൻ്റെ വ്യാപ്തി അതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണത്തിനുള്ള അവകാശമുള്ള ഏരിയകളുണ്ട്, കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണത്തിനുള്ള ഏരിയകളുണ്ട്, രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താവുന്ന ഏരിയകളുണ്ട്. രണ്ടു കൂട്ടർ നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ അതിൽ കേന്ദ്ര നിയമത്തിനാണ് പ്രാമുഖ്യം എന്നുള്ള വ്യവസ്ഥയുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നാട് ഭരിക്കപ്പെടുക. അപ്പം ഗവർണർ എവിടെയാണ് വരുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ കുറച്ചു കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സത്യത്തിൽ വളരെ പരിമിതമാണ് ഗവർണർമാരുടെ അധികാരം. നമ്മുടെ ഭരണഘടന പ്രകാരം വളരെ പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള ഒരു നാമമാത്ര ഭരണാധികാരിയാണ് ഗവർണർ. നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ സുപ്രീം കോടതി വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അത് ഗവർണർക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവർണർക്ക് പിന്നെ ആകെ 3 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്ന്, ആ ബില്ല് നിയമമാക്കുക. 2, ചില പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് പ്രസിഡൻറ്റിന് അയക്കുക. പിന്നെ അതിലേക്ക് നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അതൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദകൾ. കാരണം ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമം സംസ്ഥാന നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ അഭിലാഷമാണെന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ നിയമം പാസ്സാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നിയമത്തിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം നിയമസഭയ്ക്കാണ്. അപ്പം നിയമസഭ അത് നോക്കി പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഭരണഘടനാപരമാണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം കോടതികൾക്കാണ്. ഗവർണർ അവിടെയൊന്നും ഒരധികാരവുമായി ഗവർണർ വരുന്നില്ല. അതാണ് നമ്മുടെ നിയമത്തിൻ്റെ സങ്കല്പം. നമ്മൾ ഭരണഘടന വായിച്ചു നോക്കിയാൽ അത് വളരെ പ്ലെയിനായിട്ട് നമുക്ക് മനസ്സിലാവും. ഗവർണർക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ സർവകലാശാലകളിൽ പിന്നെ ചാൻസലർമാരായിട്ട് വരിക. സർവകലാശാലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്. ഈ ചാൻസലറെ നിയമിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ചാൻസലർ എന്നുള്ളത് സംസ്ഥാന ഗവർണറായിരിക്കും. അപ്പോൾ സംസ്ഥാന ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളായതുകൊണ്ട് ഗവർണർ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഭരിക്കുന്ന ഒരാളായിരിക്കണം. അതേസമയം അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലവൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിനെയും പ്രതിനിധീകരിക്കും, ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ സ്ഥാനമായിട്ടുള്ള ചാൻസലറായിരിക്കുക. അപ്പോൾ അതിനകത്ത് കക്ഷി രാഷ്ട്രീയം വരണമെന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി റെപ്രസെൻറ്റേറ്റീവാണ് ചാൻസലർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുമ്പം അതിൽ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ റോൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ സെറ്റിൽഡ് പൊസിഷനാണ്. സംസ്ഥാന സർക്കാരിന് ഒരു സേ ഉണ്ട്. അത് വളരെ ന്യായമല്ലേ? സംസ്ഥാന സർക്കാർ പണം മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന സർവകലാശാലയാണ്.
സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനും ഒരഭിപ്രായം പറയാനുള്ള അവകാശമില്ല എന്നുള്ള വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ റോൾ വരുന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയുണ്ട്. ഇവർ ചേർന്നിട്ടാണ് വൈസ് ചാൻസലറെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതാണ്. ഈ കാര്യത്തിലാണ് നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ളൊരവസ്ഥയിൽ ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സെർച്ച് കമ്മിറ്റിയെ ആരാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു തർക്കമുണ്ടായി. സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ സത്യത്തിൽ സുപ്രീം കോടതി അത് കൃത്യമായി നിയമം വ്യാഖ്യാനിക്കുന്നതിന് പകരം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വഴി തേടുകയാണുണ്ടായത്. സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങളൊരു സെർച്ച് കമ്മിറ്റിയെ വെക്കുകയാണ്. ആ സെർച്ച് കമ്മിറ്റി ആളുകളെ ലിസ്റ്റ് ചെയ്യും. അതിൻ്റെ അകത്തുനിന്ന് മുഖ്യമന്ത്രി ഒരാളെ തിരഞ്ഞെടുക്കും, അയാളെ ഗവർണർ നിയമിക്കും. ഇതാണ് സത്യത്തിൽ ഇത് സ്റ്റേറ്റിന് ഒരു റോൾ കൊടുക്കുന്ന ഒരു വിധി കൂടിയായിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ സെർച്ച് കമ്മിറ്റി ഒരു ലിസ്റ്റ് കൊടുത്തു. അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി ഓരോ പേരുകാരെ നിശ്ചയിച്ചു, ഗവർണർക്ക് അയച്ചു. ഗവർണർ അതിൻ്റെ പുറത്ത് നടപടിയെടുക്കാതെ 3 മാസം ഇരുന്നു. വീണ്ടും സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി. അപ്പോഴാണ് കോടതി പറഞ്ഞത്, എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ വൈസ് ചാൻസലറെ നിയമിച്ചോളാം എന്നുള്ളത്. സത്യത്തിൽ കോടതി നിയമിക്കേണ്ട ആളല്ല വൈസ് ചാൻസലർ. വൈസ് ചാൻസലറെ നിയമിക്കാൻ വേണ്ടി വളരെ കൃത്യമായ നിയമം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നം, ഈ നിയമത്തിലൊക്കെ സംസ്ഥാന സർക്കാരിന് ഒരു സേ ഉണ്ട്. അത് പരിപൂർണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഗവർണർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണർ എന്ന് പറയുന്ന ആൾ ആരാണ്? നമ്മുടെ സംസ്ഥാനവുമായി അദ്ദേഹത്തിൻ്റെ ബന്ധമെന്താണ്? സർക്കാർ എന്താണ്? ഇത്തരം വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ ഉത്തരം കാണേണ്ടതുണ്ട്. കാരണം ഗവർണർ പറയുന്നത് ഭരണഘടനയുടെ അന്തസത്ത, അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും കോടതികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആരാണ് ഭരണഘടനയുടെ അന്തസത്ത മനസ്സിലാക്കാതെ പോകുന്നത്? ഭരണഘടനയുടെ അന്തസത്ത എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ ഭരിക്കണമെന്നുള്ളതാണ്. അതല്ലേ അതിൻ്റെ അന്തസത്ത? കേരളത്തിൻ്റെ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി നമ്മൾ നിശ്ചയിച്ചതല്ലേ? അതിൻ്റെ ചാൻസലർ ആരായിരിക്കണം എന്നുള്ളത് നമ്മുടെ നിയമസഭ നിശ്ചയിച്ച കാര്യമല്ലേ? ആ നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ചല്ലേ അവിടെ നിയമനങ്ങൾ നടക്കേണ്ടത്? അതിൻ്റെ അകത്ത് സംസ്ഥാന ഗവർണർ ചാൻസലറായി വരും എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരെ പ്രതിനിധീകരിക്കുന്നതാണ്? ഇവിടെ നമ്മൾ കൊടുത്ത ഒരു അധികാരമാണ്, സംസ്ഥാനത്തെ ജനങ്ങൾ കൊടുത്ത അധികാരമാണ് ചാൻസലർ. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നടപ്പാക്കേണ്ടത്? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരമാണോ നടപ്പാക്കേണ്ടത്? അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ നടപ്പിലാക്കാനാണോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹം ഉപയോഗിക്കേണ്ടത്? അതല്ലേ ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ? നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാരുണ്ട്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭയും ആ നിയമസഭയോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരുമുണ്ട്. ആ സർക്കാരിൻ്റെ തീരുമാനത്തിന് മേൽ ഭരണഘടനാ വിരുദ്ധമായി ഒരു തീരുമാനമെടുക്കാൻ ഗവർണർക്ക് എന്താണ് അധികാരം? ആ അധികാരം ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ അന്തസ്സത്തെ നിങ്ങൾ മാനിക്കാത്തത് എന്ന്. ഇപ്പോൾ കേസ് വന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ നിയമിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന്. അത് സുപ്രീം കോടതിക്ക് ഒരു സവിശേഷ അധികാരമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ 142 വകുപ്പ് അനുസരിച്ച് നീതി നടപ്പാക്കാൻ ആവശ്യമായ ഏത് നിലപാടും എടുക്കാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ട്. മിക്കവാറും ഈ ഒരു വിധി വരികയാണെങ്കിൽ ആ അടിസ്ഥാനത്തിലായിരിക്കും വരിക. അത് പക്ഷേ എക്സ്ട്രീം കണ്ടീഷനിലാണ്. അത് മറ്റു യാതൊരു പോംവഴികളും ഇല്ലാതെ വരുമ്പോഴാണ് സുപ്രീം കോടതി അധികാരം പ്രയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ഭരണഘടനാപരമായ അധികാരമുള്ള സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഗവർണറും ചാൻസലറും ഒക്കെയാണ് നിയമങ്ങൾ നടപ്പാക്കേണ്ടത്. പക്ഷേ കേരള സംസ്ഥാനത്തെ ഒരു വൈസ് ചാൻസലറുടെ യൂണിവേഴ്സിറ്റികൾ നടത്തിപ്പിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കാനും അവിടെ ഗവർണർ എന്നുള്ള പദവിയിലേക്ക് എങ്ങനെയാണ് ഗവർണർ വൈസ് ചാൻസലറായി വരുന്നത്? സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം സംസ്ഥാന നിയമസഭയോടോ സംസ്ഥാനത്തെ ജനങ്ങളോടോ യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും തനിക്കില്ല എന്നുള്ള മട്ടിലുള്ള ഗവർണറുടെ നടപടികൾ നമ്മുടെ നാടിനെ വളരെയധികം അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ 2 എണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, അതിഭയങ്കരമായ വർദ്ധിച്ചു വരുന്ന വർഗീയത. അതിൽ ഭരണാധികാരം കൈയാളുന്ന ഭൂരിപക്ഷ വർഗീയത 1ാം സ്ഥാനത്ത് വരും. പിന്നെ സത്യത്തിൽ അതിനേക്കാൾ കൂടുതൽ ഭീഷണമാണ് നമ്മുടെ നാട് നേരിടുന്ന അതിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്കെതിരെയുള്ള
പിന്നെ വലിയ ഭീഷണി. ഫെഡറൽ തത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും കൂടിയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വയം ഭരണാവകാശമുള്ള, ഭരണഘടനയ്ക്ക് കീഴിൽ വളരെ കൃത്യമായ അവകാശങ്ങളുള്ള ഒരു സംവിധാനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഭരണ സംവിധാനമല്ല സംസ്ഥാന സർക്കാർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ജനങ്ങളല്ല സംസ്ഥാനത്തെ ജനങ്ങൾ. അങ്ങനെയൊരു കാര്യമില്ല. സംസ്ഥാനത്തെ ജനങ്ങളുടെ കൂടി പ്രതിനിധിയായ ഒരു കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ. ഇതാണ് ഭരണഘടനയുടെ വിവക്ഷ, ഇതാണ് ഭരണഘടനയുടെ സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾക്ക് മലയാളികളെ കേരളീയരെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ കേരളീയർക്ക് അവകാശമുണ്ട്. നമ്മുടെ സർവകലാശാലകൾ എങ്ങനെ ഭരിക്കപ്പെടണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ശ്രമിക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ അന്തസ്സത്ത ഇവർ പാലിക്കാത്തതെന്ന്. ഭരണഘടനയുടെ അന്തസ്സത്ത എന്ന് പറഞ്ഞാൽ ഒരു നിയമം സംസ്ഥാന സർക്കാർ പാസ്സാക്കിയാൽ ആ നിയമം ഗവർണർ സൈൻ ചെയ്താൽ മതി. കാരണം നമുക്കറിയാം ഈ ബില്ല് എന്തിനാണ് പാസ്സാക്കുന്നത്? സംസ്ഥാനത്തെ ജനങ്ങളുടെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിന് നിയമപരമല്ല, ഭരണഘടനാപരമല്ല എങ്കിൽ അത് തീരുമാനിക്കാൻ കോടതിയുണ്ട്. ഇവിടെ ഒന്നും ഗവർണർക്ക് ഈ നിയമം നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. അനന്തമായിട്ട് ഇരിക്കാൻ വേണ്ടി പാടില്ല. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റിക്കൊണ്ടുള്ള ഒരു നിയമം നമ്മുടെ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ലിന് സൈൻ ചെയ്യാതെ ആ ബില്ല് നിയമമാക്കാതെ ഇരിക്കുന്ന ഗവർണർ, അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് മറ്റുള്ളവർ ഭരണഘടനയുടെ അന്തസ്സത്ത പാലിക്കുന്നില്ല എന്ന്. ഗവർണർ ഭരണഘടനയുടെ അന്തസ്സത്ത മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് നിയമസഭ പാസ്സാക്കിയ ബില്ല് നിയമമാക്കുക, അത് ഒപ്പിട്ട് അത് നിയമമാക്കുക എന്നുള്ളതാണ്. അത് നിയമമാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർന്നു. അത് അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ്, എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാമത്തെ പൗരനാണ്. ഇവിടെ ഭരണഘടന നടപ്പിലാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട, അതിനുള്ള അധികാരമുള്ള, അവകാശപ്പെട്ട ആളാണ് അദ്ദേഹം. അതിന് പകരം ചെയ്യുന്നത് എന്താണ്? ഈ നമ്മുടെ നാടിനോടോ നമ്മുടെ നാടിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയോടോ ആ നിയമസഭയുടെ ഉത്തരവാദിത്വമുള്ള മന്ത്രിസഭയോടോ യാതൊരു തരത്തിലുള്ള ബഹുമാനവും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മനുഷ്യരുടെ ഇടയ്ക്ക് പരത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇത് നമ്മളൊരു ലാർജർ വിശാല അർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യ ക്രമത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കാണണം. ഇത് നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഒരു ഗവർണറോടുള്ള വിമർശനമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് കാണേണ്ട വിശാലമായ രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട് എങ്ങനെ ഭരിക്കപ്പെടണം, ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ വെച്ചിട്ടുണ്ട്. ആ നടപടികൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നു. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരുമായിട്ടും ഗവർണർമാരുമായിട്ടും കേസുകളിലാണ്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പോയിട്ടുണ്ട്, തെലങ്കാന സർക്കാർ പോയിട്ടുണ്ട്, പഴയ പഞ്ചാബ് സർക്കാർ പോയിട്ടുണ്ട്, ഛത്തീസ്ഗഡിലുണ്ടായിരുന്ന സർക്കാർ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാന സർക്കാരുകളും, അതായത് BJP അല്ലാതെ മറ്റുള്ള പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ ഇങ്ങനെ ഇടപെടലുകൾ നടത്തുകയാണ്. ഇവർ ഇടപെടലുകൾ നടത്തുകയും സംസ്ഥാന ഭരണത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു അജണ്ട നമ്മൾ കാണാതെ പോകരുത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ ഈ ചെറുഭാഷണത്തിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദമാണ്. ഇതിനെ എതിർത്ത ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് RSS എന്നാണ്. ഇങ്ങനെ നമ്മൾക്കിങ്ങനൊരു വിശാലമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരും പിന്നെ സംസ്ഥാന സർക്കാരുകളും അതിനൊന്നും ആവശ്യമില്ല. ഒരു പാർലമെൻറ്റും പിന്നെ സംസ്ഥാന നിയമസഭകളും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കെല്ലാം കൂടി ഒരൊറ്റ പാർലമെൻറ്റ് മതി എന്നുള്ള നിലപാടെടുത്ത സംഘടന RSS ആണ്. അതിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മാത്രം പ്രാധാന്യം മതി. സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കുന്ന നിയമങ്ങൾക്കോ അതിന് തടയിടാൻ ഗവർണർ വിചാരിച്ചാൽ മതി. ഗവർണർക്ക് ഒരു നെയിം സേക്കിനായി കൊടുത്തിരിക്കുന്ന പദവി, അതായത് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അധികാരമുണ്ട്. നെയിം സേക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗവർണർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അധികാരം. ആ അധികാരം അദ്ദേഹത്തിന്
അതല്ലാതെ തന്നെ ആ വ്യക്തിക്കുള്ള അധികാരമാണ് എന്ന് തെറ്റിദ്ധരിച്ച് സ്വയം തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം നടത്തുന്ന അധികാരപ്രയോഗം അത് ജനാധിപത്യ സമ്പ്രദായങ്ങൾക്ക് ജനാധിപത്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് പോലുള്ള ഭരണഘടനയുടെ ജനാധിപത്യത്തിൻ്റെ ഒക്കെ സ്പിരിറ്റിന് വിരുദ്ധമാണ്. ഒരാൾക്ക് മാത്രമായി ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. അത് ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായ കാര്യമാണ്. ഒരു നിയമം പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിയമസഭയിലെ ഭൂരിപക്ഷം മനുഷ്യർ തീരുമാനിക്കണം. 71 അംഗങ്ങൾ കൈപൊക്കിയെങ്കിൽ മാത്രമേ കേരളം നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കൂ. അങ്ങനെ ആ 71 പേരും എതിർക്കുന്ന ആളുകളും കൂട്ടി 140 പേരെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് നിയമസഭയുടെ അഭിപ്രായമാണ് ആ ബില്ലിൻ രൂപത്തിൽ വരുന്നത്. അതിനെ ഒരാളെങ്ങനെ എതിർത്ത് നിൽക്കും? നമ്മുടെ സംസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഗവർണർ തീരുമാനിക്കുന്നതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. കേരളത്തിലെ ഗവർണർ ആരാണെന്ന് രാഷ്ട്രപതി ഒപ്പിട്ട് വിജ്ഞാപനം വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മുടെ ഒരു നിയമത്തിന് എതിരെ നിൽക്കാൻ വേണ്ടി പറ്റുക? നമ്മുടെ വൈസ് ചാൻസലർമാരെ ആരെ നിയമിക്കണമെന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുക? ഏതൊക്കെ ബില്ലുകൾ നിയമമാക്കണമെന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുക? അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിനെതിരെയുള്ള വെല്ലുവിളി ഈ രൂപത്തിൽ കർട്ടന് വെളിയിലും കർട്ടന് മുമ്പിലുമായി നടക്കുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ഓരോ മനുഷ്യനും കേരളത്തിലെയും ഇന്ത്യയിലെയും ഓരോ പൗരനും ബോധവാന്മാരും ബോധവതികളുമായിരിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫെഡറൽ തത്വങ്ങൾക്കെതിരെയുള്ള വലിയ വെല്ലുവിളികൾ പല ഭാഗത്തും വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സർവകലാശാലകളെ എങ്ങനെ ഭരിക്കണം, അവിടെയൊക്കെ ആരാണ് അധികാരികളായിരിക്കേണ്ടത്, അവിടെ ആരാണ് അധ്യാപകരായി വരേണ്ടത്, അവിടെ എന്താണ് പഠിപ്പിക്കേണ്ടത്, അവിടെ പഠിപ്പിക്കുന്ന ചരിത്രം എന്തായിരിക്കണം, അവിടെ പഠിപ്പിക്കുന്ന ശാസ്ത്രം എന്തായിരിക്കണം, അവിടെ പഠിപ്പിക്കുന്ന മാനവിക ബോധങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അടുത്ത തലമുറയെ ബോധവൽക്കരിക്കാനുള്ള, അവരെ പഠിപ്പിക്കാനുള്ള, അവരെ ട്രെയിൻ ചെയ്യാനുള്ള നമ്മുടെ സർവകലാശാലകളുടെ രൂപം എന്തായിരിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണമോ അതെയോ നമ്മൾ ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത വിധത്തിൽ നിയമിക്കപ്പെട്ട ഒരു ഗവർണർ തീരുമാനിക്കപ്പെടണോ എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം നമ്മുടെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഓരോ പൗരനും ആലോചിക്കുകയും ജനാധിപത്യപരമായ തീരുമാനങ്ങളിലേക്ക് എത്തുകയും വേണം. അതിനുള്ള സമയം വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.